100 രൂപയോ? അത് ലേശം കൂടുതലല്ലേ? ഓണല്ലേ മുത്തശ്ശി? ആ, ഒരു വട്ടി എടുത്തോളൂ. ശരി മുത്തശ്ശി, ഇനി പോയിട്ട് വരാം. പൂ വേണോ പൂവ്? പൂ വേണോ പൂവ്? എന്തിനാ മുത്തശ്ശി ഈ പൂക്കൾ? മക്കളെ, ഇത് ഓണക്കാലമാണ്. അത്തം പത്തോണം എന്നാണ് ചൊല്ല്. എന്തിനാ മുത്തശ്ശി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നാം ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. മഹാബലിയോ? അതാരാണ് മുത്തശ്ശി? ആ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി? വരും മക്കളെ, മുത്തശ്ശി പറഞ്ഞു തരാം. ആ കഥ മുത്തശ്ശി പറഞ്ഞു തരാം. വരും. അതിൽ കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെയുണ്ട്. മഹാബലിയുടെ ഭരണം ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കി. മഹാബലി സ്വർഗവും കൂടി സ്വന്തമാക്കുമെന്ന് പറയുന്നു. ദേവന്മാരിൽ ദേവനായ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ മഹാബലി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി. ഉടനെ വാമനൻ ആകാശത്തോളം വളർന്ന് സ്വർഗവും നരകവും എല്ലാം അളന്നെടുത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലെന്ന് വാമനനോട് തൻ്റെ ശിരസിൽ 3ാമത്തെ അടി അളന്നെടുത്തുകൊള്ളുവാൻ ആവശ്യപ്പെട്ട മഹാബലിയുടെ ധർമ്മിഷ്ഠതയിൽ സന്തോഷവാനായ വാമനൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തൻ്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകിയ ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെയാണ് നാം എല്ലാ വർഷവും തിരുവോണം നാളിൽ മഹാബലി നമ്മെ കാണാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓണം ആഘോഷിക്കുന്നത്. നല്ല കഥ മുത്തശ്ശി. ഇനി എന്തൊക്കെയാണ് മുത്തശ്ശി ഓണത്തിൻ്റെ വിശേഷങ്ങൾ? ഇനിയും ധാരാളം വിശേഷങ്ങളുണ്ട്. മുത്തശ്ശിയെല്ലാം പറഞ്ഞു തരാം. വരും മക്കളെ. ഓണത്തിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുത്തനെടുത്തിട്ട് പൂക്കളൊക്കെ പറിച്ച് മുറ്റത്ത് പൂക്കളുണ്ട്. ഊഞ്ഞാലാടുന്നു, തിരുവാതിര കളിക്കുന്നു.